ഇനിയൊരു ജപ്തിയുടെ കഥയാണ്. സാധാരണ വായ്പയെടുത്ത് അത് അടയ്ക്കാൻ കഴിയാതെ വരുന്നവരുടെ വീടും സ്ഥാപനങ്ങളും ജപ്തി ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ വിഷമത്തോടെ പങ്കുവയ്ക്കാറുള്ളത്. ചിലതിലൊക്കെ ഇടപെടാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ഇത് റെയിൽവേയുടെ കസേരയും കമ്പ്യൂട്ടറും എല്ലാം ജപ്തി ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥരുടെ കഥയാണ്. ഇക്ബാൽ അറക്കൽ പറയും ആ കഥ. ഇക്കഴിഞ്ഞ 25-ലാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ വേണ്ടി പാലക്കാട് 3rd ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് ജെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്ക് റെയിൽവേ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു പ്രവർത്തിക്കുള്ള ബിൽ തുക നൽകാനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എസ് ജെ എക്യുപ്മെൻറ്റ്സ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കമ്പനിക്ക് നൽകാനുള്ള തുക കണ്ടെത്താൻ വേണ്ടി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ വിവിധ വസ്തുക്കൾ ജപ്തി ചെയ്ത് ഈ കമ്പനിക്ക് തുക നൽകാനുള്ള തീരുമാനം അല്ലെങ്കിൽ ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. ഡിവിഷൻ ഓഫീസിലെ കസാര, മേശ, കമ്പ്യൂട്ടർ, AC എന്നിവ ജപ്തി ചെയ്തുകൊണ്ട് ഈ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള തുക നൽകാനായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഇത് നടപ്പാക്കാൻ വേണ്ടിയാണ് അല്പസമയം മുമ്പ് കോടതിയിലെ അധികൃതരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ എസ് ജെ എക്യുപ്മെൻറ്റ്സിൻ്റെ അഭിഭാഷകരും ചേർന്ന് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ റെയിൽവേ ഡിവിഷൻ ഓഫീസിൻ്റെ അധികൃതർ ഡിവിഷൻ ഓഫീസിൻ്റെ ഈ ഗേറ്റ് തന്നെ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥർ ജപ്തി ചെയ്യാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥർക്ക് നിലവിൽ ജപ്തി നടപടികൾ നടത്താൻ കഴിയാതെ ഇപ്പോൾ ഈ റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ നിന്നും മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി ഞങ്ങൾ ഹേമവിക നഗർ പോലീസിലേക്ക് പോകുമ്പോഴും ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും ഗേറ്റ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. മനഃപൂർവ്വം ഇത് അറിഞ്ഞ് നിയമപരമായി ഇതിനെ നേരിടാതെ ഈ ഗേറ്റ് അടച്ചിട്ട് കൊണ്ട് ഇതിനെ തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചു വരുന്നത്. റെയിൽവേ ജപ്തി ചെയ്യുന്നതിന് മുൻപ് അറിയിച്ചിട്ടില്ല. അവർക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ ആമേൻ കോടതിയിൽ നിന്ന് വരുന്നത് അറിഞ്ഞ് കാണണം റെയിൽവേ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ നടപടി എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ആരെയും പുറത്ത് കാണുന്നില്ല. മറ്റേ റെയിൽവേ ഈ പരിസരത്ത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പോലും പറയാൻ ആരുമില്ല. ഈ വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപിച്ചതിൻ്റെ ബിൽ തുകയാണ് ഈ കമ്പനിക്ക് റെയിൽവേ നൽകാനുണ്ടായിരുന്നത്. ഇത് കൃത്യമായി തന്നെ കുടിശ്ശിക വരുന്നു. ഇതിനെ തുടർന്ന് ആദ്യം ഈ കമ്പനി സമീപിക്കുന്നത് MSME ഫെസിലിറ്റേഷൻ കൗൺസിലിനെയാണ്. ഇതിനെ തുടർന്ന് പിന്നീട് കൗൺസിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം റെയിൽവേ എത്രയും പെട്ടെന്ന് ഈ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള തുക നൽകണമെന്ന് MSME ഫെസിലിറ്റേഷൻ കൗൺസിലാണ് ആദ്യം ഉത്തരവിടുന്നത്. റെയിൽവേ ഇതിനെതിരെ ചെന്നൈ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ആ അപ്പീൽ കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് പിന്നീട് ഈ തുക കിട്ടാൻ വേണ്ടി എസ് ജെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ കമ്പനി പാലക്കാട് 3rd അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. ഇക്കഴിഞ്ഞ 25-നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.